ഗൈസ്, അപ്പം ഇന്ന് ചെറിയൊരു മിനി വ്ളോഗ് ആയാലോ. അപ്പം ഇന്നത്തെ എൻ്റെ മിനി വ്ളോഗിൽ ഒരിക്കലും ഞാനായിരിക്കില്ല ഗൈസ് കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ആ പുറകെ നിൽക്കുന്ന രണ്ടെണ്ണങ്ങളായിരിക്കും. അപ്പം ഞങ്ങൾ ഇന്ന് ഈവനിങ് ക്ലാസ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുമ്പം പ്ലാൻ ചെയ്തു. ആദ്യം ഞങ്ങൾ പിസ്സ ഹട്ടിൽ പോകണമെന്നൊക്കെയായിരുന്നു പ്ലാൻ. പിന്നെ അത് ചിക്കിങ്ങിലോട്ട് മാറി. അങ്ങനെ താണ്ട് ചിക്കിങ്ങിലേക്ക് വന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഏകദേശം ഒരു 6:30 ആയെന്ന് തോന്നുന്നു. ആ സമയത്താണ് ഞങ്ങൾ ചിക്കിങ്ങിൽ ചെന്നത്. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇതാ ഇങ്ങനൊരു കാത്തിരിപ്പായിരുന്നു. നല്ല മെനക്കെട്ടൊരു കാത്തിരിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. എത്ര ടൈം എടുത്തു എന്നറിയോ. വിശന്ന കത്തി കണ്ണ് കാണാതായപ്പോഴത്തേക്ക് ഒരുത്തി തൻ്റെ മിസ്റ്റർ ബീനൊക്കെ ഇരുന്ന് കാണുന്നത്. സത്യം പറഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അറിയുന്നത്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ കൂടെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റൊന്ന് കാണുന്നില്ലേ, ഒരുത്തി ഇരുന്ന് ഫോണിൽ കുത്തുന്നു. അത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ നിന്നാണ്ട് ഫോണിൽ കുത്തുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. അങ്ങനെ നീണ്ട ഒരു 3/4 മണിക്കൂറെങ്കിലും എടുത്തൊരു കാത്തിരിപ്പിന് ശേഷം താണ്ടേ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിരിക്കുകയാണ് ഗൈസ്. പിന്നെ അങ്ങോട്ട് എന്താ നടന്നതെന്ന് അറിയത്തില്ല. നമ്മളീ പറയല്ലേ കരിമ്പൻകാട്ടിൽ ആന കയറിയെന്ന് പറഞ്ഞ കണക്ക് 3/4 മണിക്കൂർ കൊണ്ട് കൊണ്ടുവന്ന സാധനം ഞങ്ങൾ വെറും 10 മിനിറ്റ് കൊണ്ട് ഷടപ്പെട്ടി അടപ്പെട്ടി എന്നുള്ള തീർക്കലായിരുന്നു. എല്ലാവർക്കും നല്ല വൃത്തിക്ക് വിശപ്പുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനും രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഒരു ഷേക്കിൻ്റെ പുറത്തായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും നല്ല വൃത്തിക്ക് മണുമണ നടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് ഇവളുമാരൊക്കെ അടിച്ച് കയറ്റി. പിന്നെ ഞാൻ കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് അവൾ എൻ്റെ വായി വെച്ചെന്ന വീഡിയോ എടുക്കുമ്പോൾ മാത്രമുള്ള സ്നേഹപ്രകടനങ്ങൾ നിങ്ങളിത് കണ്ടാൽ മതി. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഏകദേശം ഞങ്ങൾ ഫുഡിൻ്റെ കാര്യമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. വിശപ്പ് നല്ല വൃത്തി കയറി നിന്നതുകൊണ്ടാണോ നിർത്തില്ല. ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. അത് എന്തോ ഞങ്ങളെല്ലാം ആസ്വദിച്ചും കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിത്തുമൊക്കെ ഏകദേശം ഓക്കെ ആയി. നിങ്ങൾ കാണുന്നില്ലേ ആ കാലിയായ പാത്രങ്ങൾ? നോക്കൂ, അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ഇവിടെ എല്ലാം കാലിയായ പാത്രങ്ങൾ. എത്ര പെട്ടെന്ന് കൊണ്ടുവരാൻ 1/4 മണിക്കൂർ, തീരാൻ വെറും 10 മിനിറ്റ്. കുഴപ്പമില്ല, എനിക്ക് അതാ കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇത് കുടിച്ചു നോക്കൂ. അതാണ് ഗൈസ്, ഇതാണ് ഗൈസ് സൂപ്പർ. കച്ചാ മാംഗോ പറഞ്ഞിട്ടുള്ളൊരു ജ്യൂസ് വന്ന് അത് നമ്മള് വായിട്ട് വെക്കാൻ കുഴപ്പമില്ല, തിരിച്ചു പറഞ്ഞിട്ട് നമ്മളെന്താ കഴിച്ചെന്ന് പറയിച്ച. നമ്മള് ഫസ്റ്റ് ലോഡഡ് ഫ്രൈസ് കഴിച്ചു. ലോഡഡ് ഫ്രൈസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് ചിക്കൻ റോസ്റ്റഡ് ചിക്കൻ വന്നു, ബീൻസ് വന്നു, സ്ട്രിപ്സ് വന്നു. അത് കഴിച്ചു. പിന്നെ നമ്മൾ എന്ത് കഴിച്ചു? പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ്. ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ സത്യമായ കാര്യങ്ങൾ. ബില്ല് കൈ കിട്ടിയപ്പോഴത്തേക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞോളൂ ആ പോക്ക്. ആഹാ എന്താ രസം. അങ്ങനെ ബില്ലൊക്കെ അടച്ച് തിരിച്ചു ഞങ്ങൾ പോയി. അപ്പം ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു ഉമ്മ.